ടു ഷിറ്റ്സ് ഫാമിലി. അപ്പം അടുത്ത ട്രൈ. ഡിഫറെന്റ് ഹൈ കേട്ടോ. ഇത് സത്യമാണെന്നൊന്നും അറിയത്തില്ല. ഇവരെന്നോട് പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈ ആണ്. ഓക്കെ ശരി, ഞാനും ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പം ഞങ്ങൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ ഞങ്ങളൊരു ഇവിടെ അടുത്തൊരു ഹോട്ടലിൻ്റെ പേരിട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ ആ ഒരു പേര് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ വിസിറ്റൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ഡെസ്റ്റിനേഷൻ പ്ലേസാണ്. പക്ഷെ ഞങ്ങൾ വന്ന് നോക്കിയപ്പം അത് ശരിക്കും പറഞ്ഞൊരു ഹോട്ടലായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ടെന്നൊക്കെ ചോദിച്ചപ്പം ഇവിടെ അടുത്ത് തന്നെ ഒരു ബോട്ടാണിക് ഗാർഡൻ ഉണ്ട്. അപ്പോൾ ആ ബോട്ടാണിക് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ പോകാമെന്ന് ചോദിച്ചു. ബോട്ടാണിക് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് നല്ല അത്യാവശ്യം നമുക്ക് ഫോട്ടോഗ്രാഫിയൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഞങ്ങൾ 2-3 ഫോട്ടോ എടുക്കുകയും ചെയ്യാം. എന്നാൽ പിന്നെ പാർക്കും കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങളങ്ങനെ ബൊട്ടാണിക് ഗാർഡനിലോട്ട് പോകുന്ന ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടുപ്രദേശം പോലെ തന്നെ ഇല്ല, വ്യത്യാസമൊന്നുമില്ലല്ലോ. നമ്മുടെ എങ്ങനെയാണോ കേരളം അതുപോലെ തന്നെ. ചില വീടുകൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് നമ്മുടെ കേരളത്തിൻ്റെ ലുക്കാട്ടോ, നല്ല അടിപൊളി വീടുകൾ. അങ്ങനെ ഞങ്ങൾ ബൊട്ടാണിക് ഗാർഡൻ്റെ അവിടെ വന്നു. അഡ്ലേഡ് ടൗണിലും ഉണ്ട് കേട്ടോ വേറെ ഒരു ബൊട്ടാണിക് ഗാർഡൻ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സാലിസ്ബറി സൈഡിലോട്ടുള്ളൊരു ഗാർഡനാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കിങ് ടൈമിങ്സ് ഉണ്ട്. നമുക്ക് എല്ലാ ടൈമിനും നമുക്ക് അങ്ങനെ പോകാൻ വേണ്ടി പറ്റത്തുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളവിടെ ടൈമിംഗ് നോക്കിയേക്കും വൈകിട്ട് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഗേറ്റ് ക്ലോസ് ആക്കും. 4 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം. അപ്പോൾ ഞങ്ങളവിടെ പോയി കഴിഞ്ഞപ്പം ടൗണിലൊക്കെ ശരിക്കും നമുക്ക് ചെറിയ ചൂടാണെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു കേട്ടോ. സ്വെറ്ററൊക്കെ എടുക്കാത്തപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊരു വിഷമം തോന്നി. തണുപ്പാണ്. അപ്പോൾ ശരിക്കും വന്നപ്പോൾ ശരിക്കും തണുപ്പിൻ്റെ സീസണിലാണ് നമ്മൾ വരുന്നതെങ്കിൽ നല്ല സ്വെറ്റർ ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ. കാരണം മലയുടെ അങ്ങോട്ടായതുകൊണ്ടാണെന്ന് ഭയങ്കര തണുപ്പാണ്. തീരെ കുളത്തില്ല. നല്ല പാർക്കാട്ടോ. ഇറങ്ങാ പാർക്കിംഗ് പേ ചെയ്യണം കേട്ടോ. പാർക്കിംഗ് ഫീസ് ഇവിടെ പേ ചെയ്യണം. ആയിരിക്കും. കിട്ടുന്നുണ്ടോ? പോസ്റ്റ് ചെയ്യണോ? ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇത് ഓഫാക്കിയേ, ഇത് ഓഫാക്കിക്കേ. നീലേ നല്ല വെച്ചാ അത് ഓഫാക്കി. അത് വീഡിയോ എടുക്കുന്നു. പിള്ളേരല്ലേ പെട്ടെന്ന് ഷെയിമാവേ നമ്മളെ കാണുമ്പോളേ. നമ്മളെനിക്ക് അയ്യോ താത്തി വെക്കാൻ പറ്റില്ല അല്ലേ. നല്ല ഡെക്കലിങ്. നല്ല അടിപൊളി സ്ഥലം. ഓ കാറ്റും നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഒത്തിരി ആൾക്കാർ. നല്ല കാലാവസ്ഥ. നമുക്ക് അവിടെയൊക്കെ ചൂടാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല കാലാവസ്ഥ കേട്ടോ. എന്താ ആ സാറിലിച്ചി നമുക്ക് വൈഫ് നടത്തൻ്റെ ഷൂവിൽ ചീച്ചിയായെന്ന് പറഞ്ഞ്.
എടാ ഇത് നോക്ക്, നീ നോക്ക്, എന്റെ ചെരുപ്പ് ഷൂ ചെളിയായിരുന്നു. ആ റോൾ ചെയ്യ, നിങ്ങൾ അതിൻ്റെ അടുത്തോട്ട് പോയിക്കേ. നീ ഓടിപ്പിക്കും, ഓടിച്ചില്ല മോനെ, ഒന്നും ചെയ്യില്ലത്. ആ ഓടിപ്പോ. ഞാൻ കണ്ടു വെച്ചേവാ, നല്ല അടിപൊളി സ്ഥലം. ഇതാണ് നാച്ചുറൽ, അതങ്ങ് എൻജോയ് ചെയ്യാനും എന്തൊരു ഭംഗിയാന്നറിയാം. പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് ആനിമൽസ്. ഓസ്ട്രേലിയയിൽ വന്നിട്ട് കങ്കാരുവിനെ കണ്ടില്ലെന്ന് പറഞ്ഞോ. കങ്കാരു ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക. അവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ട് കേട്ടോ വെച്ചാ. സാരി എടുത്തൊരു മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ ഫാമിലി അല്ലേ, സാരി എടുത്തൊരു ഇന്ത്യൻ ഫാമിലി. കാണിക്കാലോ, ഭയങ്കര തണുപ്പാട്ടോ. വാ ഗോ ചേച്ചനെ കാണിച്ചിട്ടേ ആ സ്ഥലം. എനിക്ക് എന്ത് രസമുണ്ട്, നല്ല അടിപൊളി സ്ഥലമാണ്. വാടാ വാടാ വാ, കങ്കാരനെ കാണിക്കാം. അതെ കങ്കാരനെ കണ്ടു കേട്ടോ. ഇതേ ഇരിക്കണം രണ്ടെണ്ണം. രണ്ട് കങ്കാരു. ഇതിന് അഗ്ലി ഡക്കിന്ന് വിടുന്ന, അഗ്ലിയൊന്നും അല്ലല്ലോ ഡക്ക്. ആണോ? ഇത് മീനെ പിടിക്കുന്നുണ്ടോ? Whoa, it's fishing already. See, it's not sticking the water now. Wow, super. English yeah, why not? Huh? Hannah, എങ്ങോട്ട് ഓടി? എപ്പോഴും ആവശ്യമുള്ളപ്പോൾ ഞാൻ ഇംഗ്ലീഷ്. Why are you so crazy? Who? Me? Yeah, you. You are so crazy. I'm not No, so I'm crazy not. like that. Huh? I'm not. You're crazy. First of all. First of all, last of all, you're the crazy one. Anyway, You're the crazy one. If you are crazy, you can just get off from here. Just go to the water, yeah. No. Va, come on. Go, you. Va. I'm the guy. താഴെ വെള്ളത്തിൽ പോയി നോക്കാലോ. അമ്മേ, മിക്കപ്പോഴും നമ്മൾ ഉരുണ്ട് വീഴും. നല്ലതാണ് കേട്ടോ. കണ്ടോ, ഇനി ഇറങ്ങി തടാകത്തിലോട്ടൊക്കെ ഇറങ്ങിപ്പോവാം, വഴിയൊക്കെ ഉണ്ട്. അപ്പായയുടെ ഫോട്ടോഗ്രാഫിയാണ്, അപ്പായപ്പയുടെ ഫോട്ടോഗ്രാഫി നല്ലല്ലേ. ഇങ്ങനെ നാച്ചുറലായിട്ട്. ഹന്ന ഇപ്പം മിക്കപ്പോഴും താഴെ പോകും. ഇങ്ങോട്ട് നോക്ക്. എവിടെയാണ് അഗ്ലി ഡഗ്ലിങ്സ് എന്ന് പറയുന്നത്? എവിടെ? ആ, അന്ന മിക്കപ്പോഴും പുരുണ്ട് വീഴുന്നതായിരിക്കും. സംസാരിക്കുന്നു. അമ്മച്ചിമാവൊക്കെ പോലത്തെ കൊട്ട മരം. എന്ത് ഭംഗിയാ കാണാൻ ഈ മരമൊക്കെ. ആ വെള്ളം എടുപ്പാ മോനെ, അതിന്റെ ടോപ്പ് ചീത്ത എവിടെ വേണ്ടേ? ഇതാണ് എൻ്റെ അവസ്ഥ. അമ്മേ പിടിക്കാവോ, ഇടയ്ക്കിടയ്ക്ക് പിടിക്കാവോ കേൾക്കേണ്ടി വരും ഞാൻ. നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഇവരെ എടുത്ത് കൂട്ടി വരും. കണ്ടോ, നല്ല രസമുണ്ട്. അതിൻ്റെ ചുട്ടൊക്കെ ഉണ്ട് അങ്ങാടെയൊക്കെ. ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞപ്പൂവും.
എന്താണ് സാധനം? ഓ, ഈ മരത്തിൻ്റെ പുറ്റ് പോലെ ഇരിക്കും സാധനം. മഞ്ഞളോ ആർക്കറിയാം? ഇതിൻ്റെ ജിഞ്ചർ പോലത്തെ എന്തൊരു സാധനം അല്ലേ? നോക്കി എൻ്റെ ചൂട് ഫുൾ ഇങ്ങനെ കേട്ടോ. ഒരു ആ എന്തോ ആണോ? അപ്പാഴ എടുത്തോട്ടോ. ആഹാ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഉരുണ്ട് വീഴ്. വാ എന്തോ ചേച്ചിയോ അവിടെ മേലെത്തി. ഇങ്ങോട്ട് കയറടാ. വാ കാര്യങ്ങൾ ചെയ്യും. ആ ഇതാണ് നമ്മൾ പോണ്ട്. ഓ നോക്കിയേ ചേച്ചിയോ ചേച്ചി പോണോ ഇനി? ഓ എന്തൊരു രസം വെച്ച്. ആണോ? അത് പോകുമ്പോൾ തവളേൻ്റെ കൂടെ പിടിച്ചെടുക്കേണ്ടി വരും കേട്ടോ. എങ്ങനെയുണ്ട്? അയ്യോ കണ്ട കറുത്ത വെള്ളം കേട്ടോ. എവിടെ തവള? ആണോ? അടിപൊളി. ഇച്ച് അടിപൊളി അടിപൊളി സ്ഥലം. ഇത്രയും നല്ല മനോഹരമായ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തില്ല. അടിപൊളി കേട്ടോ. കണ്ട ഇങ്ങനെയൊക്കെ കണ്ടോ. ആ ഈ ചാളക്കൊണ്ട് ഞാൻ മടുത്തു. എന്താ ഹാസിയൊക്കെ ആ വടിയും കൊണ്ടു കളഞ്ഞു. അതിൻ്റെ ഉള്ളിട്ടിട്ടാലോ? എന്താ അങ്ങനെ ഞങ്ങളുടെ സമയപരിമിതികളാലും ഓൾറെഡി 4 മണിയാകാറായിരുന്നു. ഞങ്ങളവിടെ എത്താറാകുമ്പോഴത്തേക്കും തന്നെ അതങ്ങ് അടച്ചു പോകുമെന്നുള്ളൊരു
പേടിയുള്ളതിനാലും ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഇനി അടുത്ത വേറൊരു ദിവസം വരാം. ഇനി ഒരു സ്ഥലം കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഞങ്ങളന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോയതായിരുന്നേ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഫോട്ടോ ഒക്കെ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ ഇങ്ങനെ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് ഇച്ചിരി കുതിര ഓടാൻ വേണ്ടി പോകണമെന്നും കുറച്ച് ചെറിയ പ്ലഗ് ചെയ്യാമെന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നേ. അതിന് സമയമൊന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടെ മാപ്പിട്ട് പോയപ്പോൾ ഞങ്ങൾ നല്ല കുറച്ച് സ്ഥലങ്ങളും കൂടെ കണ്ടു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ സീസൺ നോക്കിയിട്ട് വേണം കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തായാലും നമ്മുടെ സമ്മർ സീസണിൽ നല്ല കാലാവസ്ഥയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.